സംവിധായകൻ ബോബൻ സാമുവലും രശ്മി ബോബനും. നമസ്കാരം. നിങ്ങൾക്ക് ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നമസ്കാരം ഒന്നും പറയണ്ടെന്ന് നമുക്ക് വളരെ സൗഹൃദമുള്ള. അതെ, എങ്ങനെ പോകുന്നു പടം? പടം നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചലച്ചിത്ര സംവിധായകനായി എത്ര വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? 10 വർഷം കഴിഞ്ഞു. എങ്ങനെ പോകുന്നു? സന്തോഷം? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ കണ്ടു വെച്ചിട്ട് ആരെയും നമ്മളൊന്നും അല്ലേ, കുറച്ചു നേരം സംസാരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അതെ, നമ്മൾ മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട്, നമ്മൾ വിചാരിക്കുന്നത് വളരെ നല്ല ഭാര്യയും ഭർത്താവുമാണെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവരെ കുറിച്ചുള്ള ഓരോരോ ഇവരുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പ്രോഗ്രാം പോകെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ്. എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നതും കാണുന്നതും ഒക്കെ? ലക്നൌവിൽ പഠിച്ചിട്ടുണ്ട്. നല്ല ലക്നൌവിലാണ് സ്കൂളൊക്കെ അവിടെ? അല്ലല്ല, ഞാൻ 7th വരെ, എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പൊ അച്ഛൻ ബാങ്കിലാണ്. അപ്പം 7th വരെ നാട്ടിൽ. ഞാൻ വിചാരിച്ചു പട്ടാളമാണോ അച്ഛൻ? അല്ലല്ല, പട്ടാളത്തിന് സ്വഭാവമായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ പട്ടാളത്തിലായിരുന്നു. ഇങ്ങനെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ മക്കളിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. സിനിമയിലേക്കൊന്നും അങ്ങനെ വരാൻ വലിയ ഇല്ല. അച്ഛന് ഈ കലയോട് ഭയങ്കര താല്പര്യമുള്ള കുട്ടിയാണ്. ഒബ്വിയസ്ലി, അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ്, പാട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ ട്രാൻസ്ഫറിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അപ്പോൾ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുമ്പോഴാണ് ഇതുപോലൊരു ചാനലിൽ കോമ്പയറിങ്ങിൻ്റെ ഒരു ഇത് വന്നു. അങ്ങനെ അത് പഴയ സീരിയലിലേക്ക് കയറി അങ്ങോട്ട് അടൂര്. സ്കൂളൊക്കെ അവിടെ തന്നെയായിരുന്നു? അല്ലല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ 2ാം ക്ലാസ് മുതൽ ട്രിവാൻഡ്രത്ത് വന്ന ആളാണ്. അത് ഹൈദരാബാദിലായിരുന്നു ആദ്യം. അവിടുന്ന് നേരെ അച്ഛൻ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് സെൻട്രൽ ഗവൺമെൻറ് അവിടെയായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെ പിന്നെ ഇവിടെ അങ്ങ് സെറ്റിലായി. സ്കൂളൊക്കെ ഇവിടെ സെൻറ്റ് മേരീസും. ഓക്കെ ഓക്കെ. ഈ രശ്മി ഒരു പ്രായം എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയുള്ള ആളായിരിക്കണം, റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം, അങ്ങനെ പല ഇതുണ്ടാവും. കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും വളരുന്ന കാലത്ത് ഒരു അന്യമതം എന്നൊന്നും നമ്മളങ്ങനെ സങ്കല്പിക്കില്ല. ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുകയില്ല. അങ്ങനെ ചെന്ന് ചാടും അല്ലെങ്കിൽ അങ്ങനെ ചെന്ന് പെടും എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല, അല്ലേ? അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു റിലീജിയസ് പേഴ്സൺ അല്ല. ഈശ്വര വിശ്വാസം നല്ലോണം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ തിങ്കളാഴ്ച അമ്പലത്തിൽ പോവുക, ഈവൻ പറയുന്ന അഹങ്കാരമാണോ എനിക്കറിയില്ല, ഞാൻ വിളക്ക് എത്തിക്കാൻ മറന്നു പോകുന്ന ആളാണ്. പക്ഷേ ഈശ്വരനിൽ ഭയങ്കര വിശ്വാസമുണ്ട്. എന്നും ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ തുടങ്ങാറുള്ളൂ. പക്ഷെ ഒരു റുട്ടീനായിട്ടുള്ള ഒരു റിലീജിയസ് പേഴ്സൺ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ 7th സ്റ്റാൻഡേർഡ് വരെ കോൺവെന്റിലാണ് പഠിച്ചത്. പിന്നെ പഠിച്ചത് എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസാണ്. അപ്പോൾ രാവിലെ അവിടെ ചർച്ചിലൊക്കെ പോയിട്ടാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്കൊരിക്കലും ഒരു റിലീജിയസിൻ്റെ ആ ഒരു വേർതിരിവ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഓരോ ആൾക്കാർ റിച്ച് ആവണം, ഒന്നേ ഉണ്ടായില്ല, കാണാൻ കൊള്ളാവണം, അത്രേ ഉള്ളൂ. മന്ദബുദ്ധി ആയാലും കുഴപ്പമില്ല, അങ്ങനെയല്ല എന്ന് ഞാൻ അത് ചോദിച്ചില്ല. എന്നോട് 2-3 കാര്യങ്ങൾ ചോദിച്ചു. അതിലത്തെ ഒരു കാര്യം മാത്രമേ ബുദ്ധിയുള്ള, ഞാൻ ഇതുപോലെ വേറൊരാളോട് ചോദിച്ചു പറഞ്ഞു ബുദ്ധിയുള്ള ആളായിരിക്കണം എന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഇതുപോലെയാ ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ ചോദിച്ചുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. ഈ മന്ദബുദ്ധി ആയാലും കുഴപ്പമില്ല എന്ന് ചോദിച്ചത് ഇപ്പൊ അങ്ങനെയുള്ള ഒരാളെ കിട്ടിയതാണോ എന്നാണോ ചോദിച്ചത്. എന്നിട്ട് മനസ്സിൽ പ്രതീക്ഷിച്ച ആള് തന്നെയാണ് എന്ന് ആയിരിക്കും പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. അതെ. നിങ്ങളുടെ കല്യാണത്തിന് എതിർപ്പുണ്ടായിരുന്നു? എതിർപ്പുകൾ ഇഷ്ടം പോലെ വീട്ടിൽ നിന്നാണ് ആർക്കായും തോന്നും. ഇപ്പം 2 റിലിജനാണ്. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും വീട്ടുകാരനും ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് തന്നെ പലർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫീൽഡിൽ വിട്ടുകൊണ്ടല്ലേ ഇങ്ങനെ. പലർക്കും എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിലും പലർക്കും എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികമായി അച്ഛനും അമ്മയ്ക്കും ഇഷ്ടക്കേടുണ്ടായിരുന്നു. കാരണം ആരും ആഗ്രഹിക്കില്ലല്ലോ സ്വന്തം മകള് വേറൊരു റിലിജനിൽ പോയി കല്യാണം കഴിക്കണം, ആരും ആഗ്രഹിക്കില്ല. എനിക്ക് തോന്നുന്നില്ല, അത്ര വിശാല ചിന്താഗതിയൊന്നുമല്ല. പക്ഷേ അവർക്ക് തോന്നിയത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണെന്ന് തോന്നി. വീട്ടുകാരാണ് നടത്തി തന്നു. കാരണം അച്ഛനെ പറ്റി അന്വേഷിച്ചു. റിലീജിയൻ മാത്രമായിരുന്നു അവിടുത്തെ പ്രശ്നം, അതോ സിനിമയാണെന്നുള്ള? കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛന് ഈ ഒരു രംഗം ഭയങ്കര ഇഷ്ടം, അച്ഛനും അമ്മയ്ക്കും ഈ രംഗം നല്ല ഇഷ്ടമാണ്. പിന്നെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 20-ാം വയസ്സിൽ, അപ്പൊ അത്രയും നേരത്തെ കല്യാണം കഴിക്കണോ എന്നൊരു ചിന്ത. സാമ്പത്തികമായിട്ട് എങ്ങനെയാ ബോബന്റെ വീട്ടില് വലിയ രണ്ടുപേരും ആവറേജ് ഫാമിലീസ് ആണ്, അങ്ങനെ ഒരു ഹൈ റിച്ച് ഫാമിലിയില് മിഡിൽ ക്ലാസ് ആണ്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. മാനസികമായ ഒരു ഐക്യമില്ലെങ്കിൽ എത്ര റിച്ച് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. യഥാർത്ഥ പ്രണയം അവിടെ ഇല്ലാതെ പോകാൻ സാധ്യത ഉണ്ടാവും. നമ്മൾ തന്നെ അപ്പോഴത്തെ ഒരു അട്രാക്ഷൻ ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചെന്നിരിക്കും, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ രീതിയിൽ നല്ല സാമ്പത്തികം, ഉയർന്ന സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ മാനസികമായ ഒരു ചെറിയൊരു പ്രശ്നം മതി രണ്ടുപേരും അകലാൻ. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതേസമയം ഈക്വൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആകുമ്പോൾ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ചിന്തയും കൂടെ മനസ്സിലുള്ളതുകൊണ്ട് ഇപ്പോൾ ലൈഫാണ് എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റാത്ത ആരുമില്ല. അപ്പോൾ ആ തെറ്റുകൾക്ക് ഒരു ക്ഷമ കൊടുക്കാൻ തോന്നുന്നത് ഒരു പക്ഷേ ജീവിതത്തിനോടുള്ള ഒരു സീരിയസ്നെസ് കൊണ്ടായിരിക്കും. അപ്പം എനിക്കും നല്ല സാമ്പത്തികമുണ്ട്, രശ്മിക്കും നല്ല സാമ്പത്തികമുണ്ട്. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ ചിലപ്പം വീട്ടുകാർ പറയും നീ കളഞ്ഞിട്ട് വാ, നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ല, ഇത്രയും സ്വത്തില്ലേ, പൈസ ഇല്ല, ആരും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാം, ഇൻഡിപെൻഡൻ്റ് ആവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അവിടെ കൂടുതൽ ഇഷ്യൂ ഉണ്ടാവുമെന്നാണ് എൻ്റെയും രശ്മിയുടെ ഒരു അല്ലേ അങ്ങനെ തോന്നുന്നു. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സന്തോഷമായിട്ട്, ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, രശ്മിയും വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അല്ലാതെ ആരെയും വീട്ടുകാരുടെ കാശ് കൊണ്ടോ ഒന്നും ആ ഒരു ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ വീട്ടുകാർ എതിർത്തിരുന്നു എങ്കിൽ, സമ്മതിക്കില്ല ഈ വിവാഹത്തിനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു സംശയമില്ല, അത് അവർക്കും ഫീൽ ചെയ്തു, അതുകൊണ്ടായിരിക്കും അവർക്ക് തോന്നിയില്ലേ ഇത് എപ്പോൾ വേണമെങ്കിലും ഒളിച്ചോടും. ഇപ്പൊ ധൈര്യമായിട്ട് പറയാം, കാരണം അച്ഛനമ്മകളെ കഴിപ്പിച്ച് തന്നതായിരുന്നു. അത് ശരിയാണ്, അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലം ഘട്ടമുണ്ടല്ലോ, അപ്പൊ നമുക്ക് തോന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പണ്ടത്തൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പേടിയാവുണ്ട്. കാരണം അന്നൊക്കെ ഭയങ്കര ഹൈ സ്പിരിറ്റ് ആയിരുന്നു, സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞു അങ്ങനെ പോയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ലേബിളി അല്ല. ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഫാമിലീസ് ആയിട്ടുള്ള ടൈസ് പോയേനെ. ഞങ്ങള് കുഞ്ഞുങ്ങള് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്കിന് പോയാൽ അവരെ നോക്കുന്ന രശ്മിയുടെ അമ്മയും അച്ഛനുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാം. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ കുടുംബങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ആ പ്രായത്തിൽ നമുക്ക് ഒളിച്ചോടാം ഒക്കെ തോന്നിയാൽ പോലും അത് ലൈഫ് ലോങ് മുഴുവൻ നമ്മളത് അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും രശ്മിയുടെ വീട്ടിലൊക്കെ അവരുടെ ഒരു മകനായിട്ട് തന്നെയാണ് എനിക്ക് അവിടെ സ്ഥാനമുള്ളത്. പക്ഷേ ഒരു പക്ഷേ ഒളിച്ചോടിയതിന് ശേഷവും കോംപ്രമൈസ് ആയാൽ പോലും ആ ഒളിച്ചോടിയതിന്റെ ഒരു മനസ്സിന്റെ ഒരു വിഷമം എന്തായാലും അവിടെ ഉണ്ടാവും. പെരുമാറ്റത്തിലായാലും എന്തായാലും ലൈഫ് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമാണ്, ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു, അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നടത്തി തന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അത് തന്നെ ഇപ്പം ഞങ്ങൾ ഈയിടയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഒരു പക്ഷേ ഒളിച്ചോടിയിരുന്നെങ്കിൽ ഈ കാണുന്ന ഈ കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ രശ്മിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവർ കണ്ണൂർ പോയിരിക്കുക, കുട്ടികൾ രണ്ടുപേരും. അവർ ഞങ്ങളെക്കുറിച്ച് ചോദിക്കാറുമില്ല, ഞങ്ങൾ വിളിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. അവരത്രയും അച്ഛനും അമ്മയും അവരെ അത്രയും കെയർ ചെയ്ത് നോക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടമായിരിക്കും. പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ പാരൻസ് ഇത്രയേറെ എതിർക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഓരോ പാരൻസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മക്കളെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ വളർത്തുന്നു. ഇപ്പോൾ എൻ്റെ അച്ഛനമ്മയാണെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നു. അപ്പോൾ വൺ ഫൈൻ മോർണിംഗ് നമ്മളെ മകൾ വേറൊരു മതത്തിലേക്ക് മാറുന്നു. അല്ല, കാലം ഇപ്പോൾ ഒരുപാട് മാറിയില്ലേ, ഒരുപാട് പുരോഗമിച്ചു. ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്, അവരിപ്പോൾ വേറെ അന്യമതത്തിന് കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് പ്രോബ്ലം. അപ്പം എൻ്റെ മോനോട് അവൻ വന്നിട്ട് റീസെൻ്റ്ലി എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അമ്മ സ്കൂളിൽ നിന്ന് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു നീ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു മോൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ മനുഷ്യനാണ്. അത് ഞാനൊരിക്കലും കുഞ്ഞിനെ ട്രെയിൻ ചെയ്തതോ ഒന്നുമല്ല. എത്ര വയസ്സ്? മോനിപ്പം 5th. ഓ, ഇത്രയും ചെറിയ. അപ്പം അങ്ങനെ പറഞ്ഞു. അതൊരിക്കലും നമ്മൾ പേർപ്പസ്ലി ട്രെയിൻ ചെയ്യുന്നതല്ല. അപ്പോൾ ആ ഒരു നമ്മൾ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞങ്ങളിപ്പം അമ്പലത്തിലും ഞാൻ പോവും, ഞാൻ ചർച്ചിലും പോവും. അപ്പോൾ രണ്ടിടത്തും മക്കളെ ഒരുപോലെ കൊണ്ടുപോകും. എല്ലാം അറിഞ്ഞിരിക്കണം, എന്താണ് നമ്മുടെ ഇതെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നെക്സ്റ്റ് ജനറേഷൻ. വിവാഹം ഏത് രീതിയിലാണ് നടന്നത്? ക്രിസ്ത്യൻ രീതി? 2 രീതിയിലുള്ള പിന്നെ കോമൺ ആയിട്ടുള്ള 2 റിലിജനിൽ എന്തെല്ലാം കോമൺ ആയിട്ടുണ്ട്. അതായത് മാല എക്സ്ചേഞ്ചിങ്, ഗാർലൻഡ് എക്സ്ചേഞ്ച്, അങ്ങനെ കോമൺ ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളുള്ളത് നമുക്ക് അത് ചെയ്യാം. ഹാളിൽ പിന്നെ ഇവിടെ കവടിയാർ വുമൻസ് ക്ലബ്ബ്
ക്ലബിലായിരുന്നു. എത്ര വർഷം പ്രണയിച്ചു? വർഷമൊന്നും ചോദിക്കരുത്. ഞാൻ കറക്റ്റ് പറയാം മാഗിജി. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ 4 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാവക്കൂത്തോ ഏതാ? അല്ല, പെയ്തൊഴിയാതെ 4 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ പരിചയപ്പെട്ടു, പരസ്പരം ഇഷ്ടമായി. അപ്പൊ ഞാൻ കണ്ട ഉടനെ ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്താ? തോന്നി. ഇപ്പം എന്താ കാരണമൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ ലുക്കൊക്കെ കണ്ടപ്പോൾ അന്ന് തോന്നി. ഇതിനേക്കാൾ സുന്ദരന്മാരെ കണ്ടിട്ടില്ലായിരുന്നു. ഇല്ല ഇല്ല. ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ തോന്നി കുഴപ്പമില്ല, പ്രേമിച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ 1.5 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചേമനില്ല, എനിക്ക് 28-29 വയസ്സായി. അപ്പം അല്ലല്ല, ആര് പറഞ്ഞു? ബോവൻ. ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. ബോവനാണോ പ്രപ്പോസ് ചെയ്തത് ആദ്യം? ഏകദേശമൊക്കെ കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിക്കണ്ട, കുറച്ചുകൂടി കഴിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രേമിച്ച് നടക്കാൻ താല്പര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. എനിക്ക് പ്രേമിച്ച് നടക്കാനുള്ള സമയം അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആദ്യം പറയാം. രശ്മിക്ക് 20-21 വയസ്സായുള്ളൂ. പക്ഷെ നേരെ കല്യാണത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിക്കാമോ? പറഞ്ഞില്ല, വീട്ടിൽ ഇപ്പോഴേ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അന്ന് എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഫാദർ മരിച്ചുപോയി. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. സിസ്റ്ററിനായിരുന്നു കല്യാണം കഴിച്ചു. അപ്പോൾ അമ്മയും ഞാനും. അപ്പോൾ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരിക്കലും എനിക്ക് ഫീൽഡിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കിട്ടിയ അത്രയും നല്ല നമ്മളൊരു രംഗത്ത് മുന്നോട്ട് പോകാൻ അത് ബോബന്റെ ചിന്ത. പക്ഷെ അമ്മയ്ക്ക് അത് താല്പര്യപ്പെടും തോന്നിയിരുന്നു. അമ്മയ്ക്ക് ജാതി മതം അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒരു പ്രശ്നം. അമ്മയ്ക്ക് നല്ലൊരു മരുമോളെ കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നു. എന്നിട്ട് 5 കൊല്ലം എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പം 5 കൊല്ലം പറ്റില്ല, മൂക്കിൽ പല്ലുകളൊക്കെ പഠിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ഒരു 3 കൊല്ലം എന്ന് പറഞ്ഞു. അപ്പം ഇല്ല, അതും പറ്റില്ല. 2 നമ്മളാ കിലുക്കത്തിൽ പറഞ്ഞു ഒരു 500 പറഞ്ഞവരെ അവസാനം പറഞ്ഞു മാർഗം ചെയ്തു. അവസാനം പറഞ്ഞു എന്നാ ശരി, അടുത്ത ആഴ്ച വീട്ടിൽ പറയാം. അങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചു. പെട്ടെന്നായിരുന്നു. അത് അച്ഛനും അമ്മയ്ക്ക് 1 മാസം കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം 1.5 മാസമേ അങ്ങനെ പ്രേമിച്ച് നടന്നു. ഫോണിൽ ലാത്തി അടിച്ചൊക്കെ നടന്നുള്ളൂ. പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല, ഞങ്ങൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് കല്യാണം നടത്തി തരാം, അതുവരെ പരസ്പരം കാണരുതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കൂടെ ലാത്തി അടിച്ച് കാണുന്നോണ്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞു. അത് അവരുടെ ഒരു ഇത് വേണ്ട. അപ്പം നമുക്കും ഞങ്ങളുടെ ചില കാര്യങ്ങൾ പിടിവാശി നടക്കട്ടെ. അപ്പൊ അതിന്റെ ഒരു ത്രില്ല് ഞങ്ങൾക്കും തോന്നി. ഞങ്ങൾ 2000 വീട്ടിൽ പറഞ്ഞു മൊബൈലില്ല, മൊബൈലൊക്കെ ഇറങ്ങി അവിടെ SMS ഫ്രീ ആയിരുന്നു. SMS ഫ്രീ ആയിട്ട് തുടങ്ങി. SMS ആദ്യമായിട്ട് വരുന്ന ടൈം. ആ ടൈമിൽ ആദ്യം ഒരു ഓഫർ SMS ഫ്രീ. അവിടെ സുഖമായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്കും തോന്നിയൊരു ത്രില്ലാണ്. ശരി, 5-6 മാസം പരസ്പരം കാണാതിരിക്കുക, എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് കാണാം. അങ്ങനെ 2001 ജനുവരി 29. അതെ ചാ, സെപ്റ്റംബറിൽ അല്ല, വീട്ടിലുള്ള ഒരു 5-6 മാസം പറഞ്ഞെങ്കിലും ഇടയ്ക്ക് 2-3 പ്രാവശ്യം നമ്മള് അവരെ വെട്ടിച്ച് കണ്ടു. എന്നിട്ട് അങ്ങനെ നമ്മൾ ആൽബത്തിന്റെ ഷൂട്ട് അല്ലാതെ ഒരു മാസം കാണാതിരുന്നു. ഡിസംബർ 1 മാസം നമ്മൾ കാണാതിരുന്നു. ജനുവരിയിൽ ജനുവരി 29-നായിരുന്നു കല്യാണം. ഡിസംബറും ജാനുവരിയും നമ്മൾ തമ്മിൽ കാണാതിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഷൂട്ടുണ്ടല്ലോ, ഷൂട്ട് സമയത്തൊക്കെ രശ്മി ലൊക്കേഷനിൽ അന്ന് ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സീരിയല് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രശ്മി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഞാൻ അസോസിയേറ്റ് ആൽബത്തിൽ രശ്മി അഭിനയിച്ചു. അപ്പം അതൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിനെന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കല്ലേ, നമ്മൾ പേഴ്സണലി കാണും. ആ പേരും പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഒക്കെ ഇതിന് നല്ലോണം ഇഷ്ടം പോലെ കടുത്തതും ചെറുതുമായ പാറകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് എന്താണ് അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് പുതുതായിട്ട് അഭിനയിക്കാൻ വരുമ്പം കുറെ ഗോഡ് ഫാദേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അങ്ങ് നമ്മുടെ ആളാണ്. അപ്പോൾ നമ്മുടെ മോളെ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം. ഒരു രശ്മിയുടെ കൂടെ അഭിനയിച്ച തന്നെ ഒരു ആർട്ടിസ്റ്റ് ഞാനുമായിട്ട് ഇങ്ങനെ കല്യാണം ഞങ്ങൾ ഫിക്സ് ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ടാണല്ലോ കല്യാണം നടത്തിയത്. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി പറഞ്ഞു, അയ്യോ അമ്മയോട് പറയാം, അമ്മയ്ക്ക് ഒന്നാമത് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു അയ്യോ തങ്കപ്പെട്ടൊരു കുഞ്ഞല്ലേ, ഇങ്ങനെയുള്ള ഒരാളെയാണോ കല്യാണം കഴിപ്പിക്കുന്നത്, എന്തായാലും കഷ്ടമായി പോട്ടെ. അമ്മ അന്ന് കരച്ചിലൊക്കെ തുടങ്ങി. അമ്മ ചോദിച്ചോ ഇത് പോക്ക് കേസാ. അങ്ങനെയൊക്കെ സങ്കടം വന്നു ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു.
ഒരു വർഷം എങ്ങാണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും നിൽക്കുമ്പോൾ അതേ ആർട്ടിസ്റ്റ് വന്നിട്ട് ഷോ എന്തോ ചേർച്ചയാന്ന് പറയാം, രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ചറാണ്. ഞാൻ പറഞ്ഞേ ഇതേ ആളട്ടോ മുന്നേ ഇതേ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പാരകൾ. പിന്നെ വെച്ചാൽ വർക്ക് ചെയ്യുന്ന 1-2 ആൾക്കാർ വിളിച്ചിട്ട് അയ്യോ ആള് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പത്തിനപ്പം വിളിച്ചിട്ടുണ്ട്, ഇന്ന ആളാണ്. അപ്പം എന്നോട് പറഞ്ഞാൽ അത് പുള്ളീനെ വർക്ക് പ്രശ്നമായതുകൊണ്ട് പുള്ളിയെ മാറ്റിയായിരുന്നു. അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാരകളൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എപ്പോഴും ഷൂട്ടിങ്ങും തിരക്കുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, ഞാനാണ് ഒഴുക്കം. ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ രശ്മി മാക്സിമം തിരിച്ച് വീട്ടിൽ ചെല്ലണമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങളെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഞാനെന്ന് വെച്ചാൽ ഷൂട്ടിങ് ഇപ്പം സീരിയലാണ് നടക്കുന്നെങ്കിൽ ഞാൻ രാവിലെ 5 മണിക്ക് കറക്റ്റായിട്ട് എണീക്കും, റെഡിയാകും, രാത്രി 12-1 മണി വരെ വർക്ക് ചെയ്യും, തിരിച്ചു വരും. ഭയങ്കര ജോലിയിൽ വർക്കില്ലേ, എന്നെപ്പോലൊരു മടിയെന്ന് പറയാൻ കുത്തിപ്പിടിച്ചെണീപ്പിക്കേണ്ടിയൊക്കെ വരും. 10-11 മണിയൊക്കെ 5 മണിക്ക് ഞാൻ ചോദിക്കുന്നു അവിടെ തൂക്കാനാണോ പോണത് ഇത്ര രാവിലെ? അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയില്ല. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലൊരു മടി. ബോബന്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താ? ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അൺപ്രഡിക്റ്റബിൾ ആണ് ഓരോ സ്വഭാവം. അപ്പം ചില ചെറിയ കാര്യങ്ങൾ ഞാൻ വരികയോ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് വെച്ചാൽ അത് വലിയ പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് ഞാനത് വലിയ പ്രശ്നമായിട്ട് ഞാൻ ഇങ്ങനെ പമ്മി അവതരിക്കും, അത് സാരല്ല, അങ്ങനെയൊക്കെ പൊക്കോളൂ. അപ്പം എനിക്ക് പ്രഡിക്റ്റബിൾ അല്ല ഒരു സമയത്ത് സ്വഭാവം. ലാവിഷാണോ, പിശുക്കനാണോ? പിശുക്കനല്ല, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നത് ചില സമയത്ത് ഓവറാവാറുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വിളിക്കുന്ന ഇരട്ട പേരെന്താണല്ലോ പറയട്ടെ, കാരണം എൻ്റെ കൊച്ചുമോൻ. ഇപ്പൊ പക്ഷെ കുറേയൊക്കെ മാറ്റിയിട്ടാ. പണ്ട് പറയുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, ചെയ്യരുതെന്നല്ല പറയുന്നത്. പക്ഷെ ചില സമയത്തെ അർഹിക്കാത്ത ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന നമ്മ സങ്കടം. ഈ പ്രൊഫഷൻ ഒരു സെക്യൂർഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു സ്റ്റേബിൾ അല്ല ഒരിക്കലും. പക്ഷെ നമ്മൾ ഡിറ്റർമിൻഡ് ആണെങ്കിൽ പേടിയാ വരില്ലേ അപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ കാര്യം ഞാൻ ചിന്തിക്കാറില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ അങ്ങനെ ബോധേഡ് അല്ല. എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നും ബ്ലാങ്കാ. പക്ഷെ ഞാൻ എപ്പോഴും വെച്ചാനോട് പറയാം, കാരണം പുള്ളി ഒരു 100% ക്ലിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ എത്രയോ ആളോട് പറഞ്ഞിട്ടുണ്ട്, ചിലസൊന്നും ഭർത്താവ് അരസനാണ്, പക്ഷെ ആസ് എ ടെക്നീഷ്യൻ പുള്ളിയുടെ വർക്കിൽ പുള്ളി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒന്നും ആവാതിരിക്കുന്നില്ലേ? അതിന്റെ ഫ്രസ്ട്രേഷൻ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഈ ചെയ്ത സിനിമയിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ്. കാരണം പുള്ളി ശരിക്കും അതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കൂടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം കിട്ടുന്ന ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് നല്ല റെസ്പോൺസ് ഓൾ കേരള ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബോബന്റെ പടത്തിൽ അഭിനയിച്ചോ? ആണോ? ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനോജേട്ടൻ്റെ സിസ്റ്ററായിട്ടൊരു ക്യാരക്ടർ ചെയ്തു. ത്രൂ ഔട്ട് അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ. കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവം വെച്ച് ഒരു ഹസ്ബൻഡ് എന്നുള്ളത് മാറ്റി വയ്ക്കാം, ഒരു ഡയറക്റ്റ് ചെയ്യുമ്പോൾ കൂടെ നിന്ന് വാച്ച് ചെയ്തല്ലോ, അപ്പോൾ എന്തെങ്കിലും പോരായ്മ തോന്നിയോ? അല്ല പെർഫെക്റ്റ് ആണോ? നമ്മളെപ്പോഴും നമ്മുടെ ഹസ്ബൻഡിനെ പെർഫെക്റ്റ് ആണ്. ആസ് എ ടെക്നീഷ്യൻ പെർഫെക്റ്റ് ആണ്. ആസ് എ ഹസ്ബൻഡ് ലൊക്കേഷനിലെത്തിയ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ ഇരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ബ്രേക്കൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് കഴിക്കാം, ആശാന അവിടെ നിന്നിട്ട് കഴിക്കുന്നുണ്ടോ, അങ്ങനത്തെ ചിന്ത. അപ്പോൾ എന്നോട് പറയും, ലൊക്കേഷനിലെത്തിയാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, രശ്മി ആർട്ടിസ്റ്റ്, ഞാൻ ഡയറക്ടറാണ്. അതൊക്കെ ഞാൻ പരാതി പറയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നീറ്റ്നെസ്. നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് നമുക്ക് പഞ്ചറടിക്കാൻ വീട്ടിൽ സമയമുണ്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു പ്രായത്തെക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? അതാണ്. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, കണ്ടാ പറയില്ലെങ്കിലും. അതുപോലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റീ എൻട്രി ചെയ്യുന്നത് വെച്ചാൽ തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് മോനുണ്ടായ ശേഷം ഞാൻ ഈ ആക്ച്വലി തൽക്കാലം വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാവക്കൂത്ത് എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്നിരുന്ന് മുഷിയാൻ തുടങ്ങി. എന്തോ എനിക്ക് വർക്ക് ചെയ്യണമെന്നൊരു ഫീല് തോന്നി. അപ്പോൾ ഇത് പറയാനും ഒരു മടി, ഇങ്ങോട്ട് പുള്ളി ഒന്നും ചോദിക്കണമില്ല. അപ്പോൾ ഇങ്ങനെ രാവിലെ ഷൂട്ടിന് പോയിട്ട് കുറെ എന്നാ പോലെ അതിനെപ്പറ്റി സംസാരിച്ചില്ല ഒന്നും. അപ്പോൾ ഇങ്ങനെ അതിന്റെ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഈ പാവക്കുത്തിലൊരു വേഷം ചെയ്തു. അപ്പം ഞാൻ വെച്ചാൽ അതിന്റെ ഭർത്താവല്ലേ ഡയറക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഇന്ന് രാവിലെ പോകുമ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു. പുള്ളി തന്നെയാണ് എനിക്കൊരു റീ എൻട്രി. നമുക്ക് എന്തായാലും തോന്നുന്നു രശ്മി നല്ല റേറ്റിംഗ് ആട്ടോ. അങ്ങനെയാണ് റീ എൻട്രി ഉണ്ടായത്. ഈ എന്താണ് രശ്മിയിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം? ഒരെണ്ണേ ചോദിച്ചുള്ളൂ കേട്ടോ, എന്താണെന്ന് ചോദിച്ചില്ല.
ഏത് വേണമെന്ന് പറയാൻ ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യും. അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കില്ല. പകരം ഞാൻ പറയാറുണ്ട്, ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ മുഖം മാത്രം എനിക്ക് നടന്നിട്ട് കാര്യമില്ല, അല്ലേ? സത്യം. അപ്പോൾ നമ്മൾ ഒരു വിഷ്വൽ നമ്മളെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, രശ്മി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഞാനിനി എന്താ ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ അഭിനയിക്കണ്ട, അതൊന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നോക്കേണ്ട കാര്യം. എന്നാൽ ശരി എന്ന് പറഞ്ഞ് നേരെ പോയി VLCCയിൽ 30,000 കൊടുത്ത് അവിടെ ചേരും. 2 ദിവസം കഴിയുമ്പോൾ അവിടെ ശരിയല്ല, തിരിച്ചു വരും. പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ എയറോബിക്സിൽ പോയി ചേരും, അവിടെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഇങ്ങനെ ഓരോ തവണയും പോകാത്ത സ്ഥലങ്ങളില്ല, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. എല്ലാം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് തിരിച്ചു വരും. വീട്ടിലൊരു ട്രെഡ്മില്ല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കാശ് കൊടുത്തത് തുണി സ്റ്റാൻഡ് വാങ്ങിച്ചിരിക്കുന്ന പോലെയാണ് അത് മിക്ക വീട്ടിലും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഒരു തുണി സ്റ്റാൻഡിന് വേണ്ടി ഇത്രയും കാശ് ചിലവാക്കേണ്ട കാര്യമുണ്ട്. രശ്മിയെ കല്യാണം കഴിക്കണം എന്ന് ബോബന് തോന്നാനുണ്ടായ ഒരു അട്രാക്ഷൻ എന്താണ്? ചുമ്മാ അങ്ങ് എത്രയോ നടികളെ കണ്ടില്ലേ, എത്രയോ പേരുമായിട്ട് വർക്ക് ചെയ്തില്ലേ, വെറുതെ ഒരാളോട് അങ്ങനെ തോന്നില്ലല്ലോ. ഇതിന് എന്നോടൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഇവിടെ പറയുന്നത് ഞാൻ നോക്കട്ടെ. അത് ഇപ്പൊ പറയരുതായിരുന്നു. ആള് ബോൾഡാണെന്ന് മനസ്സിലായി. വർക്ക് നടക്കുമ്പോൾ തന്നെ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ആള് ബോൾഡാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു നല്ല ഫാമിലിയിൽ നിന്നൊക്കെ വന്ന ഒരു കുട്ടിയാണെന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നമ്മളെ ലൈഫ് പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പം അന്ന് പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കുഴപ്പമില്ല, അതിൽ കാണാനും കുഴപ്പമില്ല. ആ സമയത്ത് പുള്ളിക്ക് കല്യാണം ഇപ്പം മാറിയേ പറഞ്ഞ പോലെ 500 ലിറ്ററിന്റെ കൊക്ക് മാറിയിട്ട് 1 ലിറ്ററിന്റെ കൊക്കായി. അപ്പോൾ അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ഇതൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. ആള് ബോൾഡാണ്, പിന്നെ നല്ല ഫാമിലിയാണ്, അങ്ങനെ വേറെ ഇതൊക്കെ തന്നെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് തോന്നി. അത്രയും മതിയോ ഒരു പാർട്ട്ണർക്ക്? അത്രയും ക്വാളിറ്റീസ് മതിയോ? അല്ല, അത്രയും നേരത്തെ പറഞ്ഞ മാതിരി ഒരു വർഷം മന്ദബുദ്ധിയായിരുന്നെങ്കിലും അല്ല, നമ്മൾ അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ അറിയാം ഇത് സംസാരിക്കുമെന്നും മുടന്തില്ല എന്നും ഒക്കെ നമ്മൾ വാച്ച് ചെയ്യും. വിക്കില്ല, ഒന്നുമില്ല, അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ വായിക്കാൻ അറിയാം. ഇതൊക്കെ നമ്മൾ ആദ്യമേ നോട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ നമുക്ക് ആ സൈഡെല്ലാം ക്ലിയർ ആയതിനു ശേഷം ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. അല്ല, ശരിക്കും ആ സമയത്ത് വെച്ചാൽ കല്യാണാലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കല്യാണം കഴിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പൊ തോന്നി ആ പുള്ളിയുടെ കറക്റ്റ് ടൈം ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടേ പോകുന്നില്ല. ഇതേ ഉത്തരം തന്നെയാണോ രശ്മി ചോദിച്ചപ്പോ രശ്മിയോട് പറഞ്ഞത്? ഇതിന്റെ കൂടെ വേറെ സാധനം കൂടി. അതെന്താ? സെൻസേർഡാ. ഞാൻ മറന്നുപോയി. അത്ര വൃത്തിയിടാണോ? പറഞ്ഞു, കുഴപ്പമില്ല, സുന്ദരിയാണെന്ന് പറഞ്ഞു. അല്ലല്ല, പുള്ളിക്ക് പഴയകാല നടിമാരും നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതിങ്ങനെ തന്നെ നമുക്ക് നിങ്ങളുടെ മക്കളെയും ഇതുപോലെ ഇരുത്തി സംസാരിക്കാൻ ഇടവരട്ടെ. താങ്ക് യു.